ആപ്ലിക്കേഷൻ ഫോം. ഒരു പക്ഷേ ഇതിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും ആപ്ലിക്കേഷൻ ഫോം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളും നോ എന്നുള്ളതായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ ഒക്കെ ഡിജിറ്റലായി മാറിയല്ലോ. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഒരു ഫോണിന്റെ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാലും കമ്പനി തരുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, എല്ലാ PUCകളിലും അത് ലഭ്യമാണ്. അത് വാങ്ങിയിട്ട് നമ്മുടെ ബാഗിനകത്ത് വെക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മുടെ ബിസിനസ് ക്ലോസ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ടൂളാണ് ആപ്ലിക്കേഷൻ ഫോം. നമ്മൾ മുമ്പിലിരിക്കുന്ന വ്യക്തിയോട് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി പറയുന്ന സമയത്ത് പറയുന്ന രീതിക്ക് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത് അവോയ്ഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ സമയത്ത് ആപ്ലിക്കേഷൻ ഫോം കൊണ്ട് അത് അവരുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോൺട്രാക്റ്റ് ആണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ആളുകളും നിങ്ങളുടെ ബാഗിനകത്ത് ആപ്ലിക്കേഷൻ ഫോം സൂക്ഷിച്ചു വെക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സെയിൽസ് ഫോളോ അപ്പിനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ പല ആളുകളും ഈ ഒരു ബിസിനസ്സിൽ കടന്നു വന്ന് ഒരാൾക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും പിന്നീട് അങ്ങോട്ടേക്ക് പോകാത്ത ഒരവസ്ഥ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ ഒരു തവണയെങ്കിലൊക്കെ പോയിട്ട് പിന്നെ അങ്ങോട്ട് പോകില്ല, അവന് വേണമെങ്കിൽ വന്നോട്ടെ എന്നുള്ള ഒരു മനോഭാവത്തിലിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ സെയിൽസ് ഫോളോ അപ്പിനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ 46, ഇത് കൃത്യമായിട്ടുള്ള പഠനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഒരു സ്ലൈഡാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. 46% ആളുകളും ഒരു തവണ ഫോളോ അപ്പ് ചെയ്യും, അതിനുശേഷം ആ കേസ് ക്വിറ്റ് ചെയ്യും, വിട്ടുകളയും. എന്നിട്ട് എന്താ പറയാ, ഞാനിതാ വന്നു, എന്നെ എനിക്ക് വേണമെന്നുണ്ടേ വന്നു കേട്ടോ എന്നൊക്കെ സാധാരണഗതിയിൽ പറയാറുണ്ട്. എന്നാൽ 24% ആളുകൾ 2 തവണ ഫോളോ അപ്പ് ചെയ്യുന്നു, അതിനുശേഷമാണ് അവർ കിട്ടേണ്ട സെയിൽ ആണെങ്കിൽ പോലും അത് ഒഴിവാക്കി കളയാണ് ചെയ്യുന്നത്. എന്നാൽ 14% ആളുകൾ 3 തവണ ഫോളോ അപ്പ് ചെയ്യും. 3 തവണ അവരുടെ അടുത്ത് പോകുന്നു, ഈ ബിസിനസിനെ കുറിച്ചിട്ട് പറയുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു, അതിനുശേഷം അവർ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഒഴിവാക്കി പോരുന്ന ഒരു പ്രവണത പൊതുവെ കാണാറുണ്ട്. 12% ആളുകളാണെങ്കിൽ അവർ 4 തവണ ഫോളോ അപ്പ് ചെയ്യുന്നു, 4 തവണ ആ ഒരു അറ്റംപ്റ്റ് ഏറ്റെടുക്കുന്നു, അതിനുശേഷമാണ് അവരത് ഒഴിവാക്കി പോകുന്നതായിട്ട് കാണുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, 60%-ലധികവും സെയിൽസ് ഉണ്ടാവുന്നത് 5 തവണയോ അതിൽ കൂടുതലോ തവണ സെയിൽസ് ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. എന്നാൽ നോക്കൂ, വെറും 4% സെയിൽസ്മാൻമാർ മാത്രമാണ് 5 തവണയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഫോളോ അപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയായിരുന്നു ഈ ബിസിനസ്സിലേക്ക് വന്നത് എന്നൊന്ന് ഒരു പരിധി വരെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ കൊടുക്കുന്ന വ്യക്തിയെ നമ്മൾ വരുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യും. തീർച്ചയായിട്ടും ഫോളോ അപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ഈ ബിസിനസ്സിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോളോ അപ്പ് അവസാനിക്കുന്നില്ല. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ആ വ്യക്തിയെ ഡെവലപ്പ് ചെയ്ത് പഠിപ്പിച്ച് അവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ചിട്ട് വലിയൊരാളാക്കി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്നത് വരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. നോക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഒരു ദിവസം കൊണ്ട് എല്ലാം സാധ്യമാകില്ല, പക്ഷേ ഒരു ദിവസം എല്ലാം സാധ്യമാകും. നാം ഇന്ന് വന്നു, ഇന്ന് തന്നെ നമ്മൾ അങ്ങോട്ട് രക്ഷപ്പെടണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പോസിബിൾ ആയിക്കോണമെന്നില്ല. എന്നാൽ രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യണമോ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പേ നടന്നു പോയിട്ടുള്ള വ്യക്തികൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, അവര് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഒരു ദിവസം എല്ലാം സാധ്യമാകും. നമ്മുടെ മുമ്പേ നടന്നു പോയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ്, ITCകളായിക്കോട്ടെ, ഡയമണ്ട്സ് ആയിക്കോട്ടെ, ക്രൗൺ ഡയമണ്ട്സ് ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് വലിയ പൊസിഷനിലിരിക്കുന്ന ആളുകളായിക്കോട്ടെ, അവരൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തി ഉണ്ട്. കഷ്ടപ്പെടാതെ രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ പറയാ. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാകുകയാണെങ്കിൽ, എല്ലാ മേഖലയിലും പോയിട്ട് കഷ്ടപ്പെട്ടാൽ വിജയിക്കും എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. വിജയിക്കുമെന്ന് 100% ഉറപ്പുള്ള ഈ കമ്പനിയിൽ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറുണ്ടെങ്കിൽ, കുറച്ച് വർഷങ്ങളെങ്കിലും ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുണ്ട് എങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ മുമ്പേ നടന്നു പോയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള സൗഭാഗ്യങ്ങളൊക്കെ നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. ടീമിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണം. എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കും? എന്തിലൂടെയൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കും? നമ്മൾ ടീമിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന എല്ലാ ആളുകളും എല്ലാം പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ അല്ലല്ലോ വരുന്നത്. അവര് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ
സമയത്തും കൊടുക്കേണ്ട ഓരോ പ്രോഗ്രാമുകൾ, ഓരോ ട്രെയിനിങ്ങുകൾ, അതിലൂടെ ട്രെയിനിങ്ങിലൂടെ സാവധാനം അവരെ മാറ്റിയെടുത്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളിലൂടെ അവരെ മാറ്റിയെടുത്ത് അവരെ ട്രെയിൻ ചെയ്തിട്ട് അവരെ ഏബിൾ ആക്കി മാറ്റുക, ഒരു ലീഡർ ആക്കി മാറ്റുക. അതിന് നമുക്ക് സഹായിക്കുന്ന പ്രോഗ്രാമുകളുണ്ട്. ഒന്ന് FSS, ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ് എന്ന് പറയും. 1 ഡേ ട്രെയിനിങ്ങുകൾ, 2 ഡേ അഡ്വാൻസ് ട്രെയിനിങ്ങുകൾ, ലീഡർഷിപ്പ് ട്രെയിനിങ്ങുകൾ, അതൊക്കെ ഓരോ ലീഡർഷിപ്പിലേക്ക് കയറി വരുന്ന ആളുകൾക്ക് കമ്പനി കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെയാണ്. ഇനി പെർഫോമൻസ് ട്രെയിനിങ്ങുകൾ, റെസിഡൻഷ്യൽ ട്രെയിനിങ്ങുകൾ, വർക്ക്ഷോപ്പുകൾ. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ചെടുക്കാൻ, അതായത് എങ്ങനെ ഒരു വ്യക്തിയോട് സംസാരിക്കണം, എങ്ങനെ ഈ ഒരു ബിസിനസ് പറഞ്ഞു കൊടുക്കണം, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ, എന്താണ് ഒരു വ്യക്തി ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അയാൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 രൂപ പോലും നമുക്ക് മുതൽ മുടക്കില്ല. സത്യത്തിൽ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞുള്ള കമ്പനി ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി, ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ്. നമ്മൾ നമ്മുടെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും, നമ്മളിപ്പോ സാധാരണഗതിയിൽ ആമസോണിനോ ഫ്ലിപ്കാർട്ടിനോ ഒരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ ആദ്യം അതിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താലാണ് നമുക്ക് സാധനങ്ങൾ കിട്ടുക, അല്ലേ? ഇത് തന്നെയാണ് നമുക്ക് ഇവിടെയും ചെയ്യേണ്ടത്. ഇത് ഒരു എന്താ പറയാ, ഈ കമ്പനിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി നമുക്ക് ഹോൾസെയിൽ റേറ്റിന്, അതും ലൈഫ് ലോങ്, ജീവിതകാലം മുഴുവൻ ഹോൾസെയിൽ റേറ്റിന് നമുക്ക് സാധനങ്ങൾ തരുന്നൊരവസ്ഥ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതിന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് വർക്ക്ഷോപ്പിലൂടെയും മറ്റു ട്രെയിനിങ്ങിലൂടെയൊക്കെ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ആളുകളെ പഠിപ്പിച്ചു കൊടുക്കണം. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്, ഒരു നിലവിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായത്തോടു കൂടി മാത്രമാണ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുക. ഒരു ആളുടെയും സഹായമില്ലാതെ നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. നമുക്ക് സാധാരണഗതിയിൽ ബാങ്കിലൊക്കെ പോയിട്ട് ഒരു അക്കൗണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിലവിൽ അവിടെയുള്ള ഒരു വ്യക്തി പരിചയപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ സപ്പോർട്ടോട് കൂടി മാത്രമാണ് ഈ സിസ്റ്റത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കുക. വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ്. അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി അവർ യൂസ് ചെയ്യട്ടെ, ഉപയോഗിച്ചിട്ട്. നമ്മൾ പറയുന്നു ഇത്രയധികം ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്, ഇത്രയധികം ഇന്റർനാഷണൽ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റുകളാണ് നമ്മളത് എന്നൊക്കെ പറയുകയാണെങ്കിലും കമ്പനി പറയുന്നത് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി യൂസ് ചെയ്യൂ. ഉപയോഗിച്ചിട്ട് അതിൽ ഗുണം കിട്ടുന്നുണ്ട് എങ്കിൽ 100% അതിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടെങ്കിൽ മാത്രം അത് മറ്റുള്ള ആളുകൾക്ക് ഇറക്കും. അങ്ങനെ മറ്റേതെങ്കിലും കമ്പനി പറയുമോ? പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റം പ്രകാരം പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന ആളുകൾ പോലും ഓരോ പരസ്യങ്ങളുണ്ടല്ലോ, ദ ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി, അല്ലെങ്കിൽ മറ്റുള്ള പല പരസ്യങ്ങളും, ഇതൊക്കെ അവർ ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് നിന്നാണ് പറയുന്നത്, അല്ല പണത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. എങ്കിൽ നമ്മൾ പറയുന്നത്, നമ്മുടെ കമ്പനി പറയുന്നത്, നിങ്ങൾ നമ്മുടെ പ്രോഡക്റ്റുകൾ ഒന്ന് ഉപയോഗിക്കൂ, നല്ലതാണ്, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം റെക്കമെൻഡ് ചെയ്യൂ. നോക്കൂ എത്ര നല്ല ഒരു വാക്കുകളാണത്, ഇല്ലേ? ഒരു കോട്ട്, ഇളകാത്ത മനസ്സും അടങ്ങാത്ത ആവേശവും ഉണ്ടെങ്കിൽ നമുക്ക് യോജിച്ച അന്തരീക്ഷം താനേ തിരിഞ്ഞു വരും. ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമമാണ് വേണ്ടത്. പറയുന്നത്, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ, പൗലോ കൊയ്ലോയുടെ ദ ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇതേപോലെ ഒരു കോട്ട് വരുന്നുണ്ടല്ലോ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ എന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മുന്നോട്ട് കുതിക്കാൻ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെ തച്ചുടച്ച് മുന്നോട്ടേക്ക് കുതിക്കാൻ നമുക്ക് തയ്യാറാണ് എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി താനേ തെളിഞ്ഞു വരും. അപ്പോ നമുക്ക് എന്താണോ ഇതിൽ വേണ്ടത്, എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ രീതിയിലേക്ക് നമുക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വിജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതാണ് സത്യത്തിൽ എന്ത് തരുന്നത്, ഈ കമ്പനി ഇത്തരത്തിലുള്ള പല ട്രെയിനിങ്ങിലൂടെ നമ്മളെ ഏബിൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പല പ്രോഗ്രാമുകളും കമ്പനി നമുക്ക് തരുന്നത് എന്നെ പോലെ, നിങ്ങളെ പോലെ, അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഇതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളെ പോലെ ഒന്നുമില്ലായ്മയിൽ നിന്നും, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളെ അസാധാരണമാക്കിയിട്ടുള്ള നിലയിലേക്ക് മാറ്റാൻ, സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് ആക്കി മാറ്റാൻ. അതായത് നിങ്ങൾ ഒന്നും ചിന്തിച്ചു നോക്കൂ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, ഏകദേശം ഒരു 12 വർഷം കൊണ്ട് എത്ര അധികം കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണിത്.
അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ഒരു 5 വർഷമോ 10 വർഷമോ കഴിയുന്ന സമയത്ത് കോടീശ്വര പദവിയിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ. സത്യമല്ലേ? അതിനെന്തേ ചെയ്യേണ്ടതുള്ളൂ? ഇത്രയും നല്ലൊരു മാനേജ്മെന്റ്, ഇത്രയും നല്ലൊരു കമ്പനി, ഇത്രയും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് തരുന്ന സമയത്ത് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം എന്താണോ പറയുന്നത്, ആ സിസ്റ്റം പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായ മാത്രം മതി. സിസ്റ്റത്തിനനുസരിച്ചിട്ട് ഔട്ട് ഓഫ് സിസ്റ്റത്തിൽ, അത് ഏത് മേഖലയാണെങ്കിലും ഔട്ട് ഓഫ് സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാനായിട്ട് സാധിക്കില്ല, നമ്മൾ എത്തേണ്ടടുത്ത് എത്താനായിട്ട് സാധിക്കില്ല. ഈ സിസ്റ്റം പ്രകാരം മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോ ആളുകളും തയ്യാറെടുക്കുന്നതെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇത് തന്നെയാണ്. ഇത് മാത്രമല്ല, ഈ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നോമിനേഷൻ ഫെസിലിറ്റിയാണ്. അതായത് സാധാരണഗതിയിൽ നോമിനേഷൻ ഫെസിലിറ്റി ഒക്കെ നമുക്ക് സർക്കാർ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് കിട്ടാറുള്ളത്. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ നിന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സമയപരിധിക്കുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, അതായത് അദ്ദേഹത്തിന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീട്ടിലുള്ള അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് ആ ജോലിയല്ല, ഒരു ഗവൺമെന്റ് ജോലി കിട്ടും എന്നുള്ളത് നോമിനേഷൻ. ഒരു പക്ഷേ ഒരു ഉദാഹരണം പറയാണ്, ഒരു കളക്ടർക്കാണ് സംഭവിച്ചെങ്കിൽ, ഒരു ഡിസ്ട്രിക്ട് കളക്ടർക്കാണ് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ആണ് എങ്കിൽ അത് ആ വരുന്ന വ്യക്തി ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് മാറണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആ വരുന്ന വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അദ്ദേഹത്തിന് ഒരു ജോലി കൊടുക്കുന്നുണ്ടാവുക. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ജോലിയായിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷെ ആ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നേട്ടം അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആൾക്ക് നോമിനിക്ക് കിട്ടിക്കൊള്ളുന്ന യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ നമ്മളൊക്കെ അതിശയിപ്പിക്കുന്ന, നമ്മളൊക്കെ ഇതിലേക്ക് പിടിച്ചു നിർത്തുന്ന മറ്റൊരു കാര്യം അതാണ്, ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും, മനുഷ്യന്റെ കാര്യമല്ലേ, എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടീമുണ്ട് എങ്കിൽ ആ ടീം പ്രവർത്തിക്കും. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നമ്മളുടെ നോമിനിക്ക് കൈമാറുന്ന ഒരവസ്ഥ, നോമിനേഷൻ ഫെസിലിറ്റി. ഇത് ഉള്ളതാണോ, ഇത് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കാനുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് മുന്നേ ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള PV അശോകൻ സാർ ഇപ്പൊ നമ്മുടെ കൂടുതലില്ല, നമ്മളെ വിട്ടുപിരിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാ മേഡത്തിന് അതിനേക്കാൾ കൂടുതലാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഷീജൻ സാറ് എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു. അദ്ദേഹം ഇപ്പൊ നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയിട്ടുള്ള ഒരു ലീഡറാണ്. അദ്ദേഹം പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഒരു സാധാരണ സ്കൂൾ ടീച്ചർ ആയിട്ടുള്ള യമുന ഷീജൻ സാറിന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അവരുടെ ഐഡിയ, അല്ലെങ്കിൽ അവരുടെ ഇൻകം അതിനടുത്ത ആഴ്ച മുതൽ അവരുടെ പേരിലേക്ക്, ആ വൈഫിന്റെ പേരിലേക്ക് മാറ്റി കൊടുക്കുക. അതായത് ആ ഷീജൻ സാറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോൾ അവർ ആ ഐഡിയയിലൂടെ വരുമാനം വാങ്ങുന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത്രയധികം കാര്യങ്ങൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ കമ്പനി നാളെ നമ്മൾ ഇല്ലാതെ പോയി കഴിഞ്ഞാലും ഒരു വ്യക്തി നഷ്ടപ്പെട്ട ആ വ്യക്തിയുടെ വിടവ് നികത്താൻ ആർക്കും സാധിക്കില്ല. എന്നാലും ആ വ്യക്തിയെ ആശ്രയിച്ച് കഴിയുന്ന ആ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അവര് താഴെ വീഴില്ല എന്നുള്ളത് നമ്മുടെ കമ്പനി നമുക്ക് ഗ്യാരണ്ടി തന്നതാണ്. അത് നമ്മൾ കണ്ടതുമാണ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങൾ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ആർക്കും. എന്നാലും ഇത്രയധികം അതും നിങ്ങൾ ചിന്തിക്കണം, മറ്റേത് മേഖലയിൽ, സർക്കാർ മേഖലയിലാണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, കടന്നു വരുന്ന വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ മറ്റുമൊക്കെ നോക്കിയിട്ടാണ് തരുന്നത് എങ്കിൽ ഇവിടെ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നുമില്ല. ആ ITC ആണെങ്കിൽ ITCയിൽ നിന്നും കിട്ടുന്ന ഇങ്കാണ് പിന്നീട് നോമിനിക്ക് കിട്ടുന്നത്. ഡയമണ്ട് ആണെങ്കിൽ ഡയമണ്ടിൽ നിന്നും കിട്ടുന്ന ഇങ്കാണ് പിന്നീട് അവർക്ക് കിട്ടുന്നത്. അത്രയധികം നേട്ടങ്ങൾ. ഒരു സാധാരണക്കാരനായിട്ട് ജനിച്ച് വളർന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, ഓൾറെഡി നേരത്തെ അനിൽ സാർ എന്നെ വിളിച്ച സമയത്ത് എന്നെ പരിചയപ്പെടുത്തിയാണ്. പേര് പ്രജീഷ് കാവിൽ നിന്നാണ്. കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിക്കടുത്ത് ഇയാട് സ്വദേശിയാണ്. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി. എൻ്റെ അച്ഛൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, അമ്മ വീട്ടമ്മ. അപ്പൊ ഈ ഒരു രീതിയിലേക്ക് സാധാരണഗതിയിൽ ജനിച്ചു വളർന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏകദേശം ഒരു 6 വർഷങ്ങൾ മുമ്പാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ കടന്നു വരുന്നത്. ഞാൻ കടന്നു വന്നതിന് ശേഷം ഒരുപാട് നേട്ടങ്ങൾ, നിലവിൽ ഒരു മെഡിക്ലെയിം കമ്പനിയുടെ സീനിയർ മാനേജർ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് എൻ്റെ സ്പോൺസർ ആയിട്ടുള്ള ബെൽനി സാറ്, അതേപോലെ തന്നെ ധനീൽ സാർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കൈകളിലേക്ക് തരുന്നത്. വന്ന സമയത്ത് എനിക്കും ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ സാധിക്കും, എന്നെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ, ഒരു നാട്ടുംപുറത്തുകാരന് ഇത്തരത്തിലൊക്കെ ഈ പറയുന്ന രീതിയിലേക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ആരെ കാണും, കണ്ടു കഴിഞ്ഞാൽ അവർ നോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് മോശമല്ലേ, ഞാൻ പിന്നീട് അവരെ ഫേസ് ചെയ്യണ്ടേ എന്നൊക്കെയുള്ള ഒരു കോംപ്ലക്സ് ഒക്കെ ഉണ്ടായിരുന്നു.
പക്ഷേ ആ സമയത്ത് മാർക്കറ്റിംഗിലായതുകൊണ്ട് തന്നെ എനിക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നല്ല ധാരണ ഉണ്ടായിരുന്നു. എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് അറിയുന്നത് കൊണ്ടും ആളുകൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് അറിയുന്നത് കൊണ്ടും ഒക്കെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ശക്തമായിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ച് മുന്നോട്ട് പോയപ്പോൾ കുറെ ആളുകൾ നമ്മളെ കളിയാക്കുകയും കുറെ ആളുകൾ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കളിയാക്കിയ ആളുകളോടൊക്കെ ഒരു ചെറു പുഞ്ചിരിയോട് കൂടി മാത്രമാണ് നമ്മൾ മറുപടി കൊടുത്തത്. കാരണം അന്ന് കളിയാക്കിയ പല ആളുകളും ഇന്ന് എന്റെ കൂടുതൽ ബിസിനസ്സിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി കുറെ ആളുകൾ വരാനിരിക്കുന്നു. ചേർന്ന് നിന്നിട്ടുള്ള ആളുകളെ വേണ്ട രീതിയിലേക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്തു, അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുത്ത സമയത്ത് കമ്പനിയുടെ ടീം കോർഡിനേറ്റർ മുതൽ നാഷണൽ ടീം കോർഡിനേറ്റർ വരെ ആക്കി മാറ്റിയ സമയത്ത് കമ്പനി എന്നെ CTC കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ എന്ന പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്തു. ഇന്ന് ഒരുപാട് നേട്ടങ്ങൾ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഇന്ത്യ വിട്ട് പുറത്തു പോകുന്നത് MI ലൈഫ് സ്റ്റൈലിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. ഒരാഴ്ച ദുബായിൽ പോയിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് വരാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ അതിനുള്ള അവസരം കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അതിനുള്ള ഒരു അവസരം കിട്ടും. അതേപോലെ തന്നെ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ വർക്കിനൊക്കെ പോകുന്നത് ബൈക്കിലായിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം വലിയ ബ്രാൻഡായിട്ടുള്ള സ്കോഡയിലേക്ക് മാറാനും അതൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ വന്നതിന് ശേഷം 2 വർഷം തികയുമ്പോഴത്തേക്ക് തന്നെ ആഴ്ചയിൽ 2,10,000 എന്നുള്ള ഫിഗറൊക്കെ കരസ്ഥമാക്കാനും ഇന്ന് ഇപ്പൊ റീസെന്റ് ഏകദേശം ചിങ്ങം 1 കഴിഞ്ഞ ചിങ്ങമാസം 1-ാം തീയതി കോഴിക്കോടിനടുത്ത് തന്നെ ഏകദേശം ഒരു 40 ലക്ഷം രൂപ വില വരുന്ന ഒരു പ്ലോട്ട് വാങ്ങാനൊക്കെ ഇതിലൂടെ സഹായകമായിട്ടുണ്ട്. കാരണം ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചിന്തകളിലില്ലായിരുന്നു വലിയ ബ്രാൻഡ് കാറുകളിൽ സഞ്ചരിക്കുക എന്നുള്ളതും സ്വന്തമായിട്ട് സ്ഥലം വാങ്ങണം, സ്വന്തമായിട്ട് വീട് വെക്കണമെന്നൊന്നും എൻ്റെ പ്ലാനിങ്ങിൽ ഇല്ലാത്ത കേസാണ്. പക്ഷെ ഇതിൽ വന്നതിന് ശേഷം നമുക്ക് വലിയ രീതിയിലേക്ക് സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങളെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഈ കമ്പനിയോടൊപ്പം ചേർന്ന് നിന്ന് കൂടെ വന്നിരിക്കുന്ന അസോസിയേറ്റിന്റെ എന്താ പറയാ പ്രവർത്തനത്തിലൂടെ നമ്മളെ ലീഡേഴ്സിന്റെ കൈപിടിച്ചിട്ട് വലിയ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യവൽക്കരിക്കാനും സാധിക്കുന്നുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളോടൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതം വളരെ ചെറുതാ, ഒരു കുമ്പള പോലെയാണ് അല്ലേ? ഇന്നലെ കണ്ടവർ ഇന്ന് കാണുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഈ സമയത്തിനുള്ളിൽ ഈ ചെറിയ ജീവിതത്തിനുള്ളിൽ ചുരുങ്ങിയ കാലം കൊണ്ട് വിജയിക്കണം എന്ന് അടിയുറച്ച് വിശ്വസിച്ച് ആഗ്രഹിച്ച് നിങ്ങൾ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഈ കമ്പനിയുടെ ഭാഗമായി നിന്ന് ഒരു ചുരുങ്ങിയ സമയം, ഒരു 2 വർഷം 3 വർഷം, നമ്മുടെ ജീവിതത്തിൽ 3 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയം ആകുമ്പോഴത്തേക്ക് വന്ന് പോയിക്കോളും. ആ ഒരു സമയം നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് 100% ഡെഡിക്കേഷനോട് കൂടിയിട്ട് 100% കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ് എങ്കിൽ തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങളാണ് നമ്മൾ ഓരോ ആളുകളെയും കാത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കമ്പനി ഇന്ന് എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം, കമ്പനിയിലുള്ള പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് എന്താണ് ഈ ബിസിനസ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം DTP എന്ന് പറയുന്ന പ്രോഗ്രാം, ന്യൂ ഡിസ്ട്രിബ്യൂട്ടർ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയും. എല്ലാ ആഴ്ചകളിലും തമിഴിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് ഹിന്ദിയിൽ പല ലാംഗ്വേജിലും ഈ ഒരു പ്രോഗ്രാം നമ്മുടെ കമ്പനിയിലേക്ക് പ്രവർത്തിക്കാൻ വരുന്ന ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അറിവിലേക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മലയാളത്തിൽ സംഘടിപ്പിക്കുന്ന 7ാമത്തെ പ്രോഗ്രാം ആയിട്ടുള്ള ഇന്നത്തെ DTP പ്രോഗ്രാം നയിക്കാൻ അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുള്ള കമ്പനിക്കും എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ ലീഡേഴ്സിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ലീഡേഴ്സിനും ഒപ്പം എൻ്റെ കൂടെ എന്നോടൊപ്പം ചേർന്ന് നിന്ന് എന്നെക്കാട്ടിലും ആവേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ലീഡേഴ്സിനും ഹൃദയത്തിൽ നിന്നും പ്രത്യേകം നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഞാൻ വിടവാങ്ങുകയാണ്. എല്ലാ ആളുകൾക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.